ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനൊരു അരമുറി നാളികേരം ചിരകിയതാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ഓരോരുത്തരുടെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ഒരു 7-8 ഏലക്കായ എടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇനി ഞാൻ കുഴക്കാൻ എളുപ്പത്തിനായിട്ട് ആ ബൗളിൽ നിന്ന് വേറൊരു വലിയ പാത്രത്തിലോട്ട് നമ്മൾ പൊടിയൊക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് ആ മുട്ടയുടെ നനവ് കൊണ്ടും പിന്നെ നമ്മൾ നാളികേരം ചിരകിയതിട്ടതുകൊണ്ടും നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് കുഴച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കത് വറുത്തെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവ് ഇങ്ങനെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും വറുത്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലേക്ക് ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനെടുത്ത എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വറുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.